ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സർവീസ് പെൻഷൻ, ജീവനക്കാരുടെ ശമ്പളം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുടങ്ങിയവ ക്രിസ്മസ് പ്രമാണിച്ച് വിതരണം ചെയ്യുന്നതിനായി സർക്കാർ 1225 കോടി രൂപ വായ്പ എടുക്കുവാൻ തീരുമാനിച്ചിരുന്നു. ഈ തുക ഇന്നലെ തന്നെ എത്തിച്ചേരുകയും ചെയ്തു. 18 വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് 1225 കോടി വായ്പ എടുത്തിരിക്കുന്നത്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഈ തുക വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാകും വിനിയോഗിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഡിസംബർ മാസത്തിൽ 2 മാസത്തെ തുകയായ 3200 രൂപ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സൂചനകൾ എത്തുന്നത്. തുക സർക്കാരിൻ്റെ പക്കൽ എത്തിയ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ചുവെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത്. നവംബർ 6-ാം തീയതിയായിരുന്നു സംസ്ഥാനത്ത് അവസാനമായി പെൻഷൻ വിതരണം ചെയ്തത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും ബന്ധപ്പെട്ട രേഖകളൊക്കെ കൃത്യമായി ഹാജരാക്കിയവർക്കും സർക്കാർ വിതരണം ചെയ്യുന്ന ഈ ഡിസംബർ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ്. വിശേഷ ദിവസങ്ങളിൽ സാധാരണ സർക്കാർ 2 ഗഡുക്കളൊക്കെ ഒരുമിച്ച് വിതരണം ചെയ്യുവാറുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്തും 2 ഗഡുക്കളായ 3200 രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തിരുന്നു. അതിനാൽ തന്നെ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ ഗഡുക്കളിൽ 1 ഗഡുവും ഡിസംബർ മാസത്തെ തനത് പെൻഷനും ചേർത്ത് 3200 രൂപ ഈ ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച സർക്കാർ നൽകിയേക്കാം. ഡിസംബർ 25-ന് മുൻപായി തന്നെ ആനുകൂല്യം എത്തുന്ന രീതിയിലായിരിക്കും സർക്കാർ ക്രമീകരണം. അതിനാൽ തന്നെ അടുത്ത ദിവസങ്ങളിലായി തന്നെ ക്ഷേമ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഉണ്ടായേക്കാം. ഇതിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് വന്നാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മറ്റൊരറിയിപ്പ്, വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരുമായ സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും സമർപ്പിക്കേണ്ടതുണ്ട്. അതിനാൽ അടുത്ത വർഷത്തേക്കുള്ള പുതുക്കലിന് വേണ്ടി അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2025 ഫെബ്രുവരി 28-ന് മുൻപായി തന്നെ ഈ രേഖകൾ സർക്കാർ ഉദ്യോഗസ്ഥ സേവന വെബ്സൈറ്റിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനാൽ തന്നെ 60 വയസ്സിൽ താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കളെല്ലാം ഈ രേഖകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.